എളിമയോടെ നിൽക്കുക. കഴിവില്ലാത്തവനായി മാറി നിൽക്കണമെന്നല്ല, കഴിവുള്ളവരാകണം, ശക്തിയുള്ളവരായി മാറണം, ധൈര്യമുള്ളവരായി മാറണം. നിങ്ങൾക്കൊരു നല്ല വ്യക്തിത്വം വേണം, നല്ലതുപോലെ പെരുമാറാനൊരു കഴിവ് വേണം. അഹങ്കരിക്കരുതെന്നാണ് പറഞ്ഞത്. അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ താഴെ വീഴും, ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തത്തില്ല. നമ്മൾ എത്തുമെന്ന് വിചാരിക്കും, പക്ഷേ എത്തില്ല, തള്ളിക്കളയും. എന്നാൽ എളിമയോടെ നിന്നാൽ പ്രമുഖ സ്ഥാനം മകളെ മകനെ നിനക്ക് കിട്ടും. ദൈവം തന്നെ വിളിച്ച് നിന്നെ പലരെ കുടുംബക്കാരുടെ, നാട്ടുകാരുടെ, പള്ളിക്കാരുടെ, ദേശക്കാരുടെ മുമ്പിൽ ദൈവം നിന്നെ കൊണ്ടുവന്ന് നിർത്തും. ദൈവം നിന്നെ കൊണ്ടുവന്ന് നിർത്തും. ഇതൊക്കെ പിടികിട്ടിയോ? പ്രാർത്ഥിക്കാൻ പോവാ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഈ വചനമൊക്കെ കേൾക്കുമ്പം നിങ്ങളെ ഇത് കുറേ പുറയിലാക്കും എന്നല്ല, നിങ്ങളെ പലരുടെയും മുമ്പിലെത്തിക്കും ദൈവം. ഇന്നിരിക്കുന്നത് പുറകില, ഒത്തിരി പേര് മുമ്പിലുണ്ട്, സാരമില്ല. ദൈവം നിങ്ങളെ മുമ്പിലെത്തി കയ്യെ പിടിച്ച് മുമ്പിൽ കയറ്റും. മാർക്കിലായാലും പഠനത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും, ചിലപ്പോൾ നല്ല രാജ്യത്തെത്താൻ, നല്ല കസേരയിൽ ഇരിക്കാൻ, നല്ല ജോലി കിട്ടാൻ, നല്ല അനുഗ്രഹമുള്ളവരായി മാറാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരും. എല്ലാ കുഞ്ഞുങ്ങളോടും യുവതി യുവാക്കളോടും പറയട്ടെ, നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങളൊരു ഭാഗ്യമായി മാറണം. ആരും വഴിതെറ്റി പോകരുത്, തകർന്നു പോകരുത്, നശിച്ചു പോയേക്കല്ല്. രക്ഷപ്പെട്ടു വരണം, ഉയരങ്ങളിലെത്തിക്കോണം, പഠിച്ചു കയറി വരണം. നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ളവർ പ്രസംഗിക്കണം, പാടാൻ കഴിവുള്ളവർ പാടണം, പഠിക്കാൻ കഴിവുള്ളവർ പഠിക്കണം. എന്ത് കാര്യത്തിലും പുറകിലാകരുത്, മുന്നോട്ട് നിൽക്കണം. ദൈവാനുഗ്രഹത്തിൽ കയറി വരണം. പേടിച്ച് മാറി നിൽക്കരുത്. ധൈര്യമുള്ളവരാകണം, ശക്തിയുള്ളവരായി മാറണം, സാമർഥ്യമുള്ളവരായി മാറണം, ധൈര്യമുള്ളവരായി മാറണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നല്ലൊരു വ്യക്തിത്വം ഉണ്ടാകണം. വ്യക്തിത്വം ഉണ്ടാകട്ടെ, നല്ല വ്യക്തിത്വം ഉണ്ടാകട്ടെ. ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടാകട്ടെ, പ്രാർത്ഥിക്കുന്നവരുണ്ടാകട്ടെ, ആരാധിക്കുന്നവരുണ്ടാകട്ടെ. നല്ലപോലെ പഠിച്ച് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.